ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത്തരം പ്രശ്നങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കണമെന്ന ദീർഘകാല നിലപാട് ഇന്ത്യ ശക്തിപ്പെടുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ന്യൂഡൽഹിക്കും ബീജിംഗിനും ഇടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെങ്കിൽ പിന്തുണ നൽകാമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ചൈനയുമായി ഉള്ളതുൾപ്പെടെയുള്ള തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ ഉഭയകക്ഷി സമീപനം നിലനിർത്തണമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാനുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നും ഞാൻ സംശയിക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിശ്ര പറഞ്ഞതാണിത്. നമ്മുടെ അയൽക്കാരുമായി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവ കൈകാര്യം ചെയ്യുന്നതിന് ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു ഉഭയകക്ഷി സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യത്യാസമില്ല. അവരുമായി ഞങ്ങൾക്കുള്ള ഏതൊരു പ്രശ്നവും ഉഭയകക്ഷി തലത്തിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ അത് തുടരുകയും ചെയ്യും, അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മൂന്നാം കക്ഷി ഇടപെടലിന് ന്യൂഡൽഹി ഒരു പങ്കും കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾ വളരെ ക്രൂരമാണെന്ന് ഞാൻ കാണുന്നു. അവ ഇപ്പോഴും തുടരുകയാണെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതിനാൽ ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ചൈനയുടെ ആഗോള സ്വാധീനത്തെയും അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കൂടാതെ യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ബീജിംഗിന് ഒരു പങ്കുണ്ടാകുമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. 2020 ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായ മാരകമായ ഏറ്റുമുട്ടലുകൾ മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പിരിമുറുക്കത്തിലാണ്. എന്നിരുന്നാലും വിപുലമായ ചർച്ചകൾക്ക് ശേഷം കിഴക്കൻ ലഡാക്കിലെ അവസാന 2 സംഘർഷ കേന്ദ്രങ്ങളായ ഡെസ്പാങ്ങിൽ നിന്നും ഡോങ്ചൌക്കിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുന്നതിന് ഉൾപ്പെടെയുള്ള ഒരു വിച്ഛേദിക്കൽ പ്രക്രിയയ്ക്ക് ഇരുപക്ഷവും സമ്മതിക്കുകയും ചെയ്തു. കരാർ അന്തിമമാക്കി 2 ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒക്ടോബർ 23-ന് കസാനിൽ ചർച്ചകൾ നടത്തി. അവിടെ നിലവിലുള്ള സംഭാഷണ സംവിധാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലായിരിക്കുന്നത് അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഇന്ത്യ നിരന്തരം വാദിക്കുകയും ചെയ്തു. അതേസമയം ആഗോള ശക്തികൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ ട്രംപ് ചൈനയ്ക്കും ഇന്ത്യക്കും റഷ്യയ്ക്കും US-നും എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വളരെ പ്രധാനമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്.